ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീം കോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950-ലെ ജനപ്രാതിനിധ്യ നിയമത്തിനും 1960-ലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് EDയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളം മേടിക്കുന്ന സമയത്തും അതിൻ്റെ പണികളെടുക്കുന്ന സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും.
സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവെ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ, കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50ഓളം വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.